നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് ഈ കാപ്പി എടുത്ത് കുടിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ. ഇല്ലെങ്കിൽ ആ വീഡിയോ വൈറലാവും. കാലൊന്നും താഴ്ത്തി വെക്കണ്ട ആന്റി. എന്നും കാലുമേ കാല് കയറ്റി തന്നെ ഇരിക്കണം. എങ്കിലേ എല്ലാവരും ബഹുമാനിക്കൂ. ആ അതെ, ദേ എന്റെ കോഫി നന്നായിട്ടുണ്ടെന്ന് പറയായിരുന്നു ആന്റി. ആന്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാപ്പി ഡബിൾ സൂപ്പർ ആയിരിക്കും. കേട്ടോ വസുന്ധര ആന്റി എന്നോടേ ഈ കുടുംബത്തിന്റെ ചരിത്രമൊക്കെ പറയായിരുന്നു. ഒക്കെ കേട്ട് എനിക്കങ്ങ് രോമാഞ്ചം വന്നു. അല്ലേ ആന്റി? നിനക്ക് രോമാഞ്ചം വന്നോ ഇല്ലയോന്ന് ഞാൻ എങ്ങനെ പറയാനാ? അല്ല, എന്നാലും പൊതുവേ അതൊക്കെ കേട്ടാ എല്ലാവരുടെയും അന്തരംഗം അഭിമാനപൂരിതമാവുമല്ലോ. എന്റെ അന്തരംഗവും പൂരിതമായി ആന്റി. ഓ, വസുന്ധര ആന്റി ത്യാഗത്തിന്റെ ഒരു നിറകുടം തന്നെ. എന്നാലും നിന്റെ ത്യാഗത്തോളം വരില്ല മോളെ എന്റെ ത്യാഗം. വസു, ഇവളെന്താ വിളിച്ചേ? മോളെന്നോ? എന്താ ആന്റി എന്നെ മോളെ പോലെ കാണുന്നതില് അമ്മയ്ക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല മോളെ. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തീർന്നെന്നറിഞ്ഞപ്പോ എനിക്ക് സന്തോഷായി. സത്യം, എനിക്കിപ്പോ ഒരു പെരുമഴ പെയ്ത് തോർന്ന പോലെ സമാധാനം തോന്നുക. എല്ലാം ശരിയാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ല, ആന്റിക്ക് വേറെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏയ് എനിക്ക് വേറൊന്നും പറയാനില്ല. ആന്റി ഒന്നുകൂടെ നോർത്ത് നോക്കിയേ. അത് ഞാൻ പറയാം മോളെ. എങ്കിൽ വേഗം പറഞ്ഞോളൂ വസു. അത് പിന്നെ ഏട്ടാ, നിധിയുടെ വീട്ടുകാരൊക്കെ ഇവിടെ വന്നിരുന്നല്ലോ. അവരോട് ഞാൻ ഇത്തിരി മോശമായിട്ട് പെരുമാറിയെന്ന് എനിക്കും പിന്നീട് തോന്നി. ഇത്തിരിയല്ല ആന്റി, ഒത്തിരി മോശമായിട്ട് തന്നെയാ പെരുമാറിയത്. നീ മിണ്ടാതിരിക്കാമിനി. ആന്റി കുറ്റസമ്മതം നടത്തുകയല്ലേ? ബാക്കിയുള്ള പറ ആന്റി. നിധി വീട്ടിലേക്ക് പോകരുതെന്ന് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വന്തം വീടും പ്രധാനമാണല്ലോ. ഞാൻ കല്യാണം കഴിക്കാത്തത് കൊണ്ടാ അത്ര കടന്ന് ചിന്തിക്കാത്തത്. ശരിയാ വസു. പാർവതി നിധിയൊക്കെ ആ വിഷം അനുഭവിക്കുന്നവരാ. നാളെ യാമിനി മറ്റൊരു വീട്ടിൽ ചെന്ന് കയറും. ആ വീട്ടുകാർ അവളെ ഇങ്ങോട്ട് വിടാതിരുന്നാൽ നമ്മൾ എങ്ങനെ സഹിക്കും വസു? അല്ല, നമ്മൾ നമ്മുടെ മഹാഭാഗ്യമെന്ന് കരുതി സന്തോഷിക്കും. പ്രണവ്, ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ തമാശ കളിക്കരുത് കേട്ടല്ലോ. സോറി ഏട്ടാ. അമ്മ പറഞ്ഞോ? എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിധി അവളുടെ വീട്ടിൽ പോവോ അവരിങ്ങോട്ട് വരികയോ ഒക്കെ ആവാം. എനിക്കൊരു വിരോധവും ഇല്ല. നിനക്കിപ്പോ സന്തോഷായില്ലേ മോളെ? ബാക്കി കൂടി പറഞ്ഞ കുറെ കൂടി സന്തോഷാവുമായിരുന്നു ആന്റി.
നിധി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊബൈൽ ഉയർത്തുന്നത്? ഇനി എന്താ ബാക്കി? അത് പിന്നെ ഗൗതം, നിധിയെ ഞാൻ മരുമകളായി അംഗീകരിച്ചല്ലോ. അതുകൊണ്ട് നിധിയുടെ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ആഹാ, ആ പിന്നെ ആ നിഖിലിന്റെ പഠന കാര്യങ്ങളിലും നിന്റെ ഒരു കണ്ണ് വേണം. ഉം. അവന്റെ ഭാവി നമ്മള് സുരക്ഷിതമാക്കണം. അമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം ചെയ്യാം. ഒരു നല്ല ദിവസം നോക്കി ചന്ദ്രികയും നിഖിലിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അവരെ വിളിക്കാൻ ഞാനും വരാം. ഉം. എല്ലാം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അമ്മേ. എന്നെ വെറും കോമാളിയാക്കി കളഞ്ഞു നീ. എല്ലാവർക്കും എന്തൊരു സന്തോഷം. പക്ഷേ ഇത് കൊടുങ്കാറ്റിന് മുൻപേയുള്ള ശാന്തത മാത്രമാണ്. നിനക്കുള്ള 8ന്റെ പണി ഞാൻ വെച്ചിട്ടുണ്ട് നിധി. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഇനി നിങ്ങളുടെ പത്തി ഉയരില്ല. ഉയരാൻ ഞാൻ അനുവദിക്കില്ല വസുന്ധരാന്റി. മോളെ നിധി, വസു പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ സ്വപ്നം കാണുന്നതൊന്നും അല്ലല്ലോ അല്ലേ? അല്ലമ്മേ, ശരിക്കും വസുന്ധരാന്റിയുടെ മനസ്സ് മാറിയതാ. ഏ? ശ്ശോ, അതിന് നീ എന്ത് മാജിക്കാ അവളുടെ അടുത്ത് പ്രയോഗിച്ചത്? ഞാനൊന്നും ചെയ്തില്ലമ്മേ. എന്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹം കൊണ്ടാ ഞാൻ വസുന്ധരാന്റിയുടെ മനസ്സ് മാറ്റിയത്. ഇനി വസുന്ധരാന്റി എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കും. ആണോ? അതെമ്മേ. അല്ല മോളെ, നീ ഇടയ്ക്കിടയ്ക്ക് വസുവിനെ മൊബൈൽ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ, ആ, എന്തിനാ അങ്ങനെ കാണിച്ചേ? ആ, അത് ആ, അതോ, അത് ഞാൻ മൊബൈലിൽ സമയം നോക്കിയതാ. അല്ലാതെ ആന്റിയെ കാണിച്ചതൊന്നുമല്ല. ആ, 5 മണിക്ക് എനിക്കൊരു കോൾ ചെയ്യണം. അതാ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. സാരല്ല, ഇനിയും സമയമുണ്ട്. എന്തായാലും നിന്റെ വീട്ടുകാരെ കൊണ്ടുവരാൻ വസു സമ്മതിച്ചല്ലോ. ഇന്ന് തന്നെ ജോൽസിനെ വിളിക്കണം. അവരെ കൊണ്ടുവരാൻ നല്ലൊരു ദിവസം നോക്കണ്ടേ? അതൊന്നും നോക്കാതിരുന്നത് കൊണ്ടാ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടത്. അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു കരട് വീണിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണം. ആ പ്രശ്നം പരിഹരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് അമ്മയെ ക്ഷണിച്ചാ മതി. എന്റെ മോളെ, ജോൽസ്യൻ കുറിക്കുന്ന സമയം കൃത്യമായിരിക്കും. അതിനു മുൻപ് നിന്റെ അമ്മയുടെ പ്രശ്നം എന്തായാലും പരിഹരിക്കപ്പെട്ടിരിക്കും. അപ്പൊ ചന്ദ്രയ്ക്ക് എതിർക്കാൻ പറ്റില്ല. അത് ശരിയാ. അദ്ദേഹം പറഞ്ഞതുപോലെ എന്റെ കല്യാണം വരെ നടന്നില്ലേ? അമ്മ സൗകര്യം പോലെ അദ്ദേഹത്തെ വിളിച്ചോളൂ. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കും. ശരി, ആയിക്കോട്ടെ. ആ ജോത്സരെ, നമ്മുടെ നിധിയുടെ അമ്മയും സഹോദരനെയും ഇങ്ങോട്ട് കൊണ്ടുവരാന്നാ കരുതുന്നത്. ആ അമ്മേ, നിധിയെ മരുമകളായിട്ട് അംഗീകരിച്ച അമ്മയുടെ തീരുമാനം ഉചിതമായി.